വിദേശ പരാമർശത്തിൽ അറസ്റ്റിലായ ടി.ജി. മോഹൻദാസിനെ ഇന്ന് തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരാക്കുകയാണ്. വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അർദ്ധരാത്രിയോടെയാണ് മോഹൻദാസിനെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഡൽഹി ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തെക്കുറിച്ചും അതിൽ പങ്കെടുത്ത സ്ത്രീകളെക്കുറിച്ചും യൂട്യൂബ് ചാനലിലെ വിദ്വേഷപരവും അധിക്ഷേപകരവുമായ പരാമർശങ്ങൾ നടത്തിയ കേസിലുമാണ് നടപടി. കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിൽ വെച്ച് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ടി.ജി. മോഹൻദാസിനെ ഇന്ന് കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നലെ കൊച്ചിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ടി.ജി. മോഹൻദാസ് കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിഴവുകൾ സംഭവിക്കുന്നു, വേണ്ടത്ര ജാഗ്രത കാട്ടുന്നില്ല, എന്തുകൊണ്ട് ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ വലിയ വിമർശനത്തിന് ഇടവച്ചതാണ്. കേസെടുത്തെങ്കിലും തുടർ നടപടികൾ വൈകി എന്ന ആക്ഷേപം ഉണ്ടായതാണ്. ഒടുവിൽ ഇതാ ടി.ജി. മോഹൻദാസ് നിയമത്തിന്റെ കുരുക്കിലാണ്. യൂട്യൂബ് ചാനലിലൂടെ എന്തും വിളിച്ചു പറയാം എന്ന തരത്തിലേക്ക് ഉള്ള പ്രസ്താവനകൾ നടത്തി ടി.ജി. മോഹൻദാസിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് വനിതാ സംഘടനകളുടെ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴേക്കും ഇദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുവരും? ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. എന്താണ് നീക്കം? മോഹൻദാസിനെ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. ഇപ്പോൾ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് സ്റ്റേഷനിലാണ് മോഹൻദാസ് ഉള്ളത്. രാത്രി ഏതാണ്ട് 1:30 മണിയോടുകൂടിയാണ് മോഹൻദാസിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ വലിയ വിമർശനം ഉയർന്നു വന്നു. അർജുൻ ആംഗി കൂടി അറസ്റ്റ് ആയതോടുകൂടി എന്തുകൊണ്ട് RSS സൈദ്ധാന്തികനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല, ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് തയ്യാറാകുന്ന ചോദ്യം വലിയ വിമർശന രൂപത്തിൽ ആഭ്യന്തര വകുപ്പിനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ ഉയർന്നു വന്നു. ആ സാഹചര്യത്തിലായിരുന്നു അറസ്റ്റ്. ഇന്നലെ രാത്രി മുതൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ് തിരുവനന്തപുരത്തെ സൈബർ പോലീസ് ആസ്ഥാനത്ത്. 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് കൂടി BNS വകുപ്പ് കൂടി ഇന്ന് ചോദ്യം ചെയ്തതിനിടെ മോഹൻദാസിന് ചുമത്തിയിട്ടുണ്ട്. നേരത്തെ ആ വകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നില്ല. വളരെ മോശമായി അശ്ലീല പരാമർശം തന്നെ പെൺകുട്ടികൾക്കെതിരെ നടത്തിയ RSS സൈദ്ധാന്തികനാണ് ടി.ജി. മോഹൻദാസ്. കലാപാഹ്വാനം നടത്തി, അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കേണ്ട ആഹ്വാനം നടത്തി തുടങ്ങിയ ആരോപണങ്ങളും ഉണ്ട്. വളരെ മോശമാണ്. ജന്തർ സമരത്തിൽ പങ്കെടുത്ത സമരക്കാരെ, ഒരു പെൺകുട്ടികളടക്കമുള്ള വളരെ മോശം ഭാഷയിലാണ് അയാൾ വിമർശിച്ചത്. അതിൻ്റെ പേരിലാണ് മോഹൻദാസിനെതിരെ സൈബർ പോലീസ് കേസെടുത്തത്. വളരെ വൈകിയാണെങ്കിലും ഇന്നലെ പോലീസ് കസ്റ്റഡി എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. 11 മണിയോടുകൂടി മോഹൻദാസിനെ തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരാക്കും. അതിനു മുമ്പ് വൈദ്യ പരിശോധനയും ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ RSSഉം BJPയും ഒക്കെ മോഹൻദാസിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിരുന്നു. എന്തിനാണ് ഇത്തരമൊരു RSSന്റെ നിലപാടല്ല എന്ന നിലപാടിലേക്ക് അവർ എത്തിച്ചേർന്നു. പക്ഷേ ഇന്നലെ അറസ്റ്റിന് ശേഷം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷിൻ്റെ വാർത്താക്കുറിപ്പ് വന്നത് മോഹൻദാസിനെ പിന്തുണച്ചുണ്ട്. അല്ലെങ്കിൽ മോഹൻദാസിനെതിരെയുള്ള ഇപ്പോഴത്തെ നീക്കങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന തീരമേഖലയിൽ അടക്കം സർക്കാരിൻ്റെ വീഴ്ചകൾ തുറന്നു കാട്ടുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം വഴിമാറ്റാൻ, അതുപോലെ തന്നെ മതമൗലികവാദികളുടെ കൈയ്യടി നേടാനുമാണ് ഈ ഒരു അറസ്റ്റ് എന്ന ആരോപണമാണ് BJP ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. പക്ഷേ BJP നേതാക്കളാരും BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് തൊട്ടടുത്താണ് മോഹൻദാസിനെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്ന സൈബർ പോലീസ് ആസ്ഥാനം. എന്നാൽ ഇതുവരെയും അവിടേക്ക് നേതാക്കളാരും എത്തിയിട്ടില്ല. അത്തരത്തിൽ പിന്തുണ പരസ്യമായി BJP ആ രീതിയിൽ നൽകുന്നില്ല. പക്ഷേ മോഹൻദാസിനെ പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത രീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് BJP രംഗത്ത് വന്നിട്ടുമുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ടി.ജി. മോഹൻദാസിനെ തള്ളിപ്പറയാൻ സംഘപരിവാർ നേതാക്കളും തയ്യാറായിരുന്നു. പക്ഷേ അതിനപ്പുറം RSS സൈദ്ധാന്തികൻ എന്ന റോൾ തന്നെ നിലപാടെടുത്തിരുന്ന ടി.ജി. മോഹൻദാസിനെ ഇന്ന് എന്തെങ്കിലും തരത്തിൽ അനുകൂലിക്കുന്ന നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.